വെൽക്കം ടു ബ്ലിങ്കോഡെക്സ്. നമ്മുടെ HTML ട്യൂട്ടോറിയലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റും മറ്റും നിർമ്മിക്കുന്നതിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് HTML. HTMLൻ്റെ പൂർണ്ണമായ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML നമുക്ക് പല രീതിയിലും എഴുതാം. നമുക്ക് നമ്മുടെ നോട്ട് പാഡിൽ എഴുതാം, VS കോഡിൽ എഴുതാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് VS കോഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രോമാണ്. ഫയർഫോക്സ്, എഡ്ജൊക്കെ മറ്റു വെബ് ബ്രൗസറുകളുണ്ട്. ക്രോമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് VS കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മളതിനു വേണ്ടി ആദ്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ VS കോഡ് എന്ന് നമ്മുടെ സെർച്ച് ബാറിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ റിസൾട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒഫീഷ്യൽ പേജിലേക്ക് നമ്മൾ പോകും. നമുക്ക് സിമ്പിളായിട്ട് റൈറ്റ് സൈഡിൽ കാണാം ഡൗൺലോഡ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും ഏതാണ് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ വിൻഡോസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കാണാം നമ്മുടെ ഡൗൺലോഡ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ VS കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. നമ്മളിത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം, വേണമെങ്കിൽ വായിച്ച് നോക്കാം. ശേഷം നമ്മൾ ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് നമുക്ക് ആവശ്യമുള്ള ക്ലിക്ക് ചെയ്ത് നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ VS കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾഡായി നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ VS കോഡ്, നമുക്കിവിടെ കാണാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഞാനിതൊന്ന് ഡ്രാഗ് ചെയ്ത് VS കോഡിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നമ്മുടെ VS കോഡ് ഇവിടെ ഓണായി വന്നു. നമുക്ക് കാണാം ഇവിടെ VS കോഡിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാം. നമുക്ക് ഇവിടെയാണ് നമ്മുടെ കോഡുകൾ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് കോഡുകൾ എഴുതുന്നത് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് സംശയമുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. ഓക്കെ, നമുക്കിനി നമ്മുടെ പഴയ വിഷയത്തിലേക്ക് തന്നെ നമുക്കൊന്ന് വരാം. ഇവിടെ നമ്മൾ പറഞ്ഞു HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. HTML വേണ്ട VS കോഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്രൗസർ, ക്രോം ബ്രൗസർ നമ്മുടെ PC-യിലുണ്ട്. ഓക്കെ, നമുക്കിനി മനസ്സിലാക്കേണ്ടത് ഇവിടെ HTML നമ്മൾ പറഞ്ഞു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ്? ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് വിത്ത് ലിങ്ക്സ് ആണ്. അതായത് ഒരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ അണ്ടറിൽ ഒരു ലിങ്ക് ഉണ്ടാവും. നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി നമ്മൾ മറ്റൊരു വെബ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ആ ടെക്സ്റ്റിനാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ആർട്ടിക്കിൾ എഴുതാൻ നേരത്ത് നമ്മൾക്ക് ആദ്യം ഒരു ഹെഡിങ് ഉണ്ടാവും, ശേഷം ഒരു മെയിൻ പാരഗ്രാഫ് ഉണ്ടാവും, ശേഷം ഒരു സാധാരണ പാരഗ്രാഫ് ഉണ്ടാവും, അവസാനം ഒരു എൻഡ് ഉണ്ടാവും. ഈ ഒരു സ്ട്രക്ചറിൽ എഴുതുന്നതിനാണ് നമ്മൾ മാർക്കപ്പ് എന്ന് പറയുക. ഓക്കെ, ഇതുപോലെ HTML-നും ഒരു സ്ട്രക്ചർ ഉണ്ട്. ഹെഡർ, ബോഡി, ഫൂട്ടർ, അങ്ങനെ HTML സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൽ എഴുതുന്നത് കൊണ്ടാണ് HTML നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് HTML5 ആണ്. കറണ്ട് മേജർ വേർഷനാണ്. 2014 ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് HTML-നെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് കോഡുകൾ എഴുതി തുടങ്ങാം. ഓക്കെ.